ഹലോ ഫ്രണ്ട്സ്, സോ ജോബ്സ് ആഫ്റ്റർ MBA എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ രണ്ടെണ്ണം, ഒന്ന് പ്രൊഡക്ട് മാനേജ്മെന്റ്, ഒന്ന് കൺസൾട്ടിങ്ങിന്റെ IIM കോഴിക്കോടിൽ ബൈശാഖ് ആൻഡ് അക്ഷയ്മായിട്ടൊരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. യു ക്യാൻ ഗോ വാച്ച് ദാറ്റ്. ദെൻ പ്രൊഡക്ട് മാനേജ്മെന്റിൽ ദീപയുമായിട്ടൊരു ഇന്റർവ്യൂ ചെയ്തിരുന്നു, അതും പോയി കാണാവുന്നതാണ്. സോ എന്തിന് ഈ വീഡിയോസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓഫ്ലൈൻ സെഷൻസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. ഓഫ്ലൈൻ സെഷനിൽ നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് തന്നെ സ്നീക് പീക്ക് ഇൻ ടു എന്താണ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഡിഫറെന്റ് ഡൊമൈൻസ് എന്നുള്ളതായിരുന്നു. ഇത് എത്രത്തോളം ഒരു MBA ആസ്പിറന്റിനെ മാറ്റർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരുപാട് മാറ്റർ ചെയ്യില്ല. കാരണം വൺസ് യു ഗെറ്റ് ഇൻ ടു ബി സ്കൂൾ, എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് എ ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം, നിങ്ങൾക്ക് ഈ പറയുന്ന പല ഡൊമൈൻസുമായിട്ടും എക്സ്പോഷർ കിട്ടും. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 2 years പ്ലേസ്മെന്റ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫൈനലൈസ് ചെയ്താൽ മതി ഏത് ടൈപ്പ് റോളിൽ, ഏത് ടൈപ്പ് ഓഫ് കമ്പനിയിൽ നിങ്ങൾക്ക് പോകണം എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരു ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് MBAക്ക് കയറുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം, അറ്റ്ലീസ്റ്റ് ഇൻ IIMs ആൻഡ് കുറെ ടോപ്പ് ബി സ്കൂൾ, യു ഡോണ്ട് ഹാവ് ടു സ്പെഷ്യലൈസ്. ഫസ്റ്റ് 6 ടേംസ് ആണ്. ബിടെക് 8 സെമിസ്റ്റർ എന്ന് പറയുന്ന പോലെ 6 ടേംസ് ആണ്. 4 മാസമുള്ള 6 ടേംസ് ആണ് മൊത്തം 2 വർഷത്തിൽ MBA. അതിൽ ഫസ്റ്റ് 2 ടേമിൽ നിങ്ങൾ ഒരുവിധം എല്ലാ സബ്ജക്ട്സും പഠിക്കും. അതായത് എക്കണോമിക്സ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻ, സപ്ലൈ ചെയിൻ, പ്രസന്റേഷൻ എറ്റിക്വറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. ആൻഡ് പോസ്റ്റ് ദാറ്റ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിനോട് ഒരു അധികം ഇൻക്ലിനേഷൻ തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ പിക്ക് ദാറ്റ് സബ്ജക്ട് ആൻഡ് സ്റ്റഡി മോർ അബൌട്ട് ഇറ്റ്. പിന്നെ ഉള്ളത് മൊത്തം എലക്ടീവ്സ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടും 2 ടേം കഴിഞ്ഞിട്ടും ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് ഏത് ഡൊമൈനാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റിൽ യു ക്യാൻ ചൂസ് ടു take electives from say a diverse set of subjects. For example, ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു വേർ 2 ടേം കഴിഞ്ഞിട്ടും ഐ വാസ് നോട്ട് ഷുവർ എന്താണ് എനിക്ക് വേണ്ടതെന്ന്. സോ ഞാൻ എല്ലാത്തിനും ഓരോരോ പേപ്പേഴ്സ് എടുക്കും. ഒരു ഫിനാൻസ് പേപ്പർ എടുക്കും, 1-2 മാർക്കറ്റിംഗ് പേപ്പർ എടുക്കും, ഒരു സ്ട്രാറ്റജി പേപ്പർ എടുക്കും. സോ ദാറ്റ് അൾട്ടിമേറ്റ്ലി എനിക്ക് എല്ലാ ഡൊമൈൻസിലും ഉള്ള ഒരു എക്സ്പോഷറും കിട്ടും. ബൈ ദ ടൈം ഓഫ് ഫൈനൽ പ്ലേസ്മെന്റ് ഐ ക്യാൻ ഓൾസോ ടേക്ക് ആൻ ഇൻഫോം ഡിസിഷൻസ്. എനിക്ക് കൺസൾട്ടിംഗിൽ പോകണമെങ്കിൽ അതിൽ പോവാം, ഓപ്പറേഷൻസിൽ പോവാം, സപ്ലൈ ചെയിൻ പോവാം, അതിലൊക്കെ പോവാം. എന്നിരിക്കെ ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുന്ന സമയത്ത് it will be a great plus if you have some idea about ഏത് ഡൊമൈനിലോട്ടാണ് നിങ്ങളുടെ ഇൻക്ലിനേഷൻ ഉള്ളതെന്ന്. this is not like you should say എനിക്ക് ഓപ്പറേഷൻസ് ആണ് MBA കഴിഞ്ഞിട്ട് പോകേണ്ടതെന്ന്. അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ you can still say that as of my experience till now, I would like to pursue a career in sales and marketing. But since I am enrolling for a general management program with the diversity and exposure that I will be getting in your B school, in 2 years I can take an informed decision, or I am going with an open mind so that എനിക്ക് കുറെ ഡൊമൈൻസ് എക്സ്പോസ്ഡ് ആയിട്ട് അതിനകത്ത് വേണ്ട സാധനം ചൂസ് ചെയ്യാം. പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയാനാണ്. സോ എന്റെ തന്നെ അതിന് ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പേഴ്സണലി ചെയ്തതാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആൾക്കാർക്കുള്ള ഒരു ഡൊമൈനാണ്. ഇത്തവണത്തെ ഓഫ്ലൈൻ ഇന്റർവ്യൂസിനും പോയ സമയത്ത്, ഓഫ്ലൈൻ സെഷനിന്റെ സമയത്ത് ഒരു സ്റ്റുഡന്റ് ചോദിച്ചിരുന്നു ടാർഗറ്റ് ഉണ്ടാവോ, കാര്യങ്ങളൊക്കെ. സോ ടാർഗറ്റ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് മേ ബി ഒരു ഡോർ ടു ഡോർ ഡെലിവറി, ഞാൻ MBA പഠിക്കുകയാണ്, ഇന്ന സാധനം വിൽക്കാനുണ്ട് എന്നുള്ളതാണ്. ഒരു കാരണവശാലും അല്ല. ശരിക്കും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ സെയിൽസും മാർക്കറ്റിംഗും 2 എൻറ്റയർലി ഡിഫറെന്റ് ഡൊമൈൻസ് ആണ്. പക്ഷേ ദേ ആർ കണക്റ്റഡ് ഇൻ എ ലോട്ട് ഓഫ് വേസ്. എങ്ങനെയാണ് കണക്റ്റഡ്? സോ മോസ്റ്റ് ഓഫ് ദി കേസസ്, 90% ഓഫ് ദി കേസസിലും മാർക്കറ്റിംഗിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെയിൽസിലായിരിക്കും അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുക. അതായത് 1-2 വർഷം സെയിൽസിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല മാർക്കറ്റിംഗ് കരിയർ ശരിക്കും വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി എന്താണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ സെയിൽസ് എന്ന് പറയുന്നത്? സോ ഒരുപാട് കമ്പനീസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പൊതുവെ ഫ്രഷേഴ്സിനെ ഒരുപാട് റിക്രൂട്ട് ചെയ്യുന്ന, ഫ്രഷേഴ്സിന് താല്പര്യമുള്ള ഡൊമൈനാണ്. കാരണം ദേ വോണ്ട് ക്രിയേറ്റീവ് പീപ്പിൾ വിത്ത് ഒരു ക്ലീൻ സ്ലേറ്റ് ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. അതായത് ഓൾറെഡി ഒരു കമ്പനിയിൽ കുറെ വർഷം വർക്ക് ചെയ്ത് ഓരോ സാധനങ്ങളും ഇങ്ങനെയൊക്കെ ആണെന്നുള്ള ഒരു മുൻവിധിയോടെ വരുന്ന ആൾക്കാരെ വേണ്ട. ദേ വാണ്ട് പീപ്പിൾ ഹു ക്യാൻ ഈസിലി അൺലേൺ ആൻഡ് ലേൺ അബൌട്ട് ദെയർ കമ്പനി, ദെയർ പ്രൊഡക്ട്സ്, ദെയർ കസ്റ്റമേഴ്സ്. ഇനി റിക്രൂട്ട് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുഡ് ബി സ്കൂൾസിൽ പോയി കഴിഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് ആൻഡ് ഡ്രീം കമ്പനീസ് ആണ് HUL, ലോറിയൽ, സാംസങ്, ITC പോലെയുള്ള കമ്പനികൾ. അതുപോലെയുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. H&M, പ്യൂമ പോലെയുള്ള ഒരുപാട് കമ്പനീസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന് ഹയർ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹാവ് എ ലീഡർഷിപ്പ് പ്രോഗ്രാം. ഇപ്പൊ സാംസങ്ങിൽ ദി നെയിം ഓഫ് ദി പ്രോഗ്രാം വാസ് സ്റ്റെപ്പ്, വിച്ച് ഈസ് സാംസങ് ടാലന്റ് എൻട്രി പ്രോഗ്രാം. അതാണ് എന്റെ വിശ്വാസം. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു IIM അല്ലെങ്കിൽ ഒരു ടോപ്പ് ബി സ്കൂളിൽ നിന്ന് ഒരു കാൻഡിഡേറ്റിനെ എടുത്ത് ആദ്യം ഒരു 1-2 വർഷം സെയിൽസിലിട്ട് പിന്നെ ഒരു മാർക്കറ്റിംഗ് പ്രൊഫൈൽ കൊടുത്ത്
അങ്ങനെ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു 5-10 years യു ക്യാൻ ഈവൻ ബി ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഒരു വിങ്. ഈവൻ ക്യാപ്ജെമിനി is having their elite program. സോ ഇതിലൊക്കെ ലീഡർഷിപ്പ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി പ്രോഗ്രാംസ് എന്നാണ് പറയുക. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ സമ്മർ ഇന്റേൺഷിപ്പിന് പ്രൊഡക്ട് മാനേജ്മെന്റ് ആയിരുന്നു ചെയ്തിരുന്നത്. സോ ഒപ്റ്റം എന്ന് പറയുന്ന ഒരു Fortune 5 ഒരു വേൾഡ്സ് 5th ബെസ്റ്റ് കമ്പനി അക്കോർഡിംഗ് ടു ഫോർബ്സ് മാഗസിൻ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു US ബേസ്ഡ് കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ പ്രൊഡക്ട് മാനേജ്മെന്റ് 2 മാസം നിന്നപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് പ്രൊഡക്ട് മാനേജ്മെന്റ് ഇസ് നോട്ട് മൈ തിങ്. ബിക്കോസ് എനിക്ക് കുറച്ചുകൂടി ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ, കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ചെറിയ സ്കെയിലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ, ഒരു വലിയ സ്കെയിലിനെക്കാളും കൂടുതൽ ചെറിയ സ്കെയിലിൽ മൈക്രോ മാനേജ് ചെയ്യാൻ പറ്റിയ കുറച്ച് ജോബ്സ് ആണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് മനസ്സിലായി. ഓൾസോ ഐ വാസ് നെവർ എക്സ്പോസ് ടു ഒരു കസ്റ്റമർ ഫേസിംഗ് റോൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു. സോ എനിക്ക് ആ ഒരു എക്സ്പോഷറും കിട്ടിയാൽ ഐ വാസ് പ്രിറ്റി ഷുവർ ദാറ്റ് അതെന്റെ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആയിട്ട് അലൈൻ ആവും എന്നായിരുന്നു. അപ്പൊ ഞാൻ സാംസങ്ങിൽ കയറി. സാംസങ്ങിൽ ആദ്യത്തെ ഒരു 1 month ഡൽഹിയിൽ ഗുർഗാവിലെ അവരുടെ ഹെഡ് ഓഫീസിൽ ദർ വാസ് എ ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് 2 months എനിക്ക് കോയമ്പത്തൂർ മാർക്കറ്റിൽ ഒരു മാനേജ്മെന്റ് ട്രെയിനിങ് സ്റ്റിന്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത് കോയമ്പത്തൂർ എന്ന് പറയുന്ന എൻറ്റയർ സിറ്റി, അവിടെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ലൈക്ക് ഈ പറഞ്ഞ ചെന്നൈ മൊബൈൽ, സുപ്രീം, വസന്ത് ആൻഡ് കോ, സത്യ, അങ്ങനെയുള്ള ഒരുപാട് വലിയ ചെയിൻസ് ഉണ്ട്, നമ്മളുടെ മൈജി പോലത്തെ. സോ അങ്ങനെയുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുക. ഓൾസോ ചെറിയ ചെറിയ കടകളെ ഹാൻഡിൽ ചെയ്യുക. എന്താണ് ഈ ഹാൻഡിലിങ്? നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഈ പറയുന്ന പെട്ടിയും ഫോണും എടുത്തിട്ട് കടയിൽ പോയി വിൽക്കുക എന്നുള്ളതല്ല സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. സെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ടാവും. പ്രോബ്ലി യു വിൽ ബി ദി ഏരിയ സെയിൽസ് മാനേജർ ഓഫ് ആ ഒരു ലൊക്കേഷൻ. അവിടുത്തെ കംപ്ലീറ്റ് HR റിക്രൂട്ട്മെന്റ്, അവരുടെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ്, അവരുടെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ കംപ്ലീറ്റ് സെയിൽസ്, അവരുടെ കംപ്ലീറ്റ് ബില്ലിംഗ്, ഇതൊക്കെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതൊരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു സാംസങ്ങിന്റെ ഫോൺ, സാംസങ്ങിന്റെ S23 Ultra എന്ന് പറയുന്ന ഒരു ഫോൺ ആ കടകളിൽ വേണം. ആ കടകളിൽ അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി അവിടെ അത് സ്റ്റോക്ക് ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ അവിടത്തേക്ക് ബില്ല് ചെയ്യണം. അപ്പൊ ഇതിനുള്ള സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഈ ബില്ല് ചെയ്യാൻ യു വിൽ ബി ഹാവിംഗ് എ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ടറിനെ നിങ്ങൾ മാനേജ് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ടറിന്റെ ക്രെഡിറ്റ് മാനേജ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഡിസ്ട്രിബ്യൂട്ടറിനെ കമ്പനി ഈ പ്രൊഡക്റ്റ് ബില്ല് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓൺലി ഇഫ് യു ആർ ഹാവിംഗ് സർട്ടൻ ക്രെഡിറ്റ് ലിമിറ്റ്സ് ഈ പറയുന്ന കമ്പനി ഇവർക്ക് ബില്ല് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് there is another distributor who is the primary distributor. സാംസങ് അവർക്കായിരിക്കും ബില്ല് ചെയ്യുന്നത്. സോ ഇതിനകത്തൊക്കെ ഇവരുടെ ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതാണ് ഒരു ടാസ്ക്. രണ്ടാമത്തെ കാര്യം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 100 S23 തന്നിട്ടുണ്ട് കേരളത്തിന് ലോഞ്ച് ഡേയിൽ. ഇത് ഞാൻ എവിടെയൊക്കെ പ്ലേസ് ചെയ്യും? എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ 1 ഈ 100 ഫോണും വിറ്റ് പോകണം. സോ ഐ ബി ലൈക്ക് സേ മൈജിയുടെ ഈ ഔട്ട്ലെറ്റിൽ കുറച്ച് വെക്കാം, പിന്നെ അവിടെ ഇത് വെക്കാം. ഇത് വെറുതെ വെക്കാൻ പറ്റില്ല. യു വിൽ ഹാവ് ടു വർക്ക് എ ലോട്ട് വിത്ത് ദി ഹിസ്റ്റോറിക് ഡാറ്റ. S22 Ultra ഇറങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു അത് വിറ്റ് പോയിരുന്നത്, അതിന്റെ ഒരു ട്രെൻഡ് എന്താണ്, എന്തൊക്കെയാണ് പ്രഡിക്ഷൻസ്, മാർക്കറ്റ് ട്രെൻഡ് എന്താണ്, അവിടെയുള്ള മാൻ പവർ ആൻഡ് സ്റ്റാഫ് എത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഒരു കാരണവശാലും നിങ്ങൾ കസ്റ്റമറിന്റെ അടുത്തോ കടയിലോ പോയി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ആ 2 months കോയമ്പത്തൂരിലെ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഐ വാസ് ദി ഹെഡ് ഓഫ് വയനാട് ആൻഡ് കോഴിക്കോട് എൻറ്റയർ ഡിസ്ട്രിക്ട്. അറ്റ് ദി ഏജ് ഓഫ് 25 അതൊരു ഗ്രേറ്റ് ഫീറ്റ് ആയിരുന്നു. ബിക്കോസ് എന്റെ തൊട്ട് മുന്നേ ആ റോൾ ചെയ്ത ആൾക്കൊരു 48 വയസ്സോളം ഉണ്ടായിരുന്നു. ആൻഡ് ഒരു 10, 15, 20 വർഷം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് വാട്ട് ഐ എം ബ്രാൻഡ് ഡസ് ടു യു, അല്ലെങ്കിൽ ഒരു ടോപ്പ് ബി സ്കൂൾ ബ്രാൻഡ് ഡസ് ടു യു. ഒരു 10, 15, 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കിട്ടിയ ഒരു പ്രൊഫൈല് നമുക്ക് നേരിട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് അവർ MBA ടാഗ് കിട്ടുകയാണ്. അവിടെ ചെന്നപ്പോൾ വയനാട് ആൻഡ് കോഴിക്കോട് മാർക്കറ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ മൈ ടാർഗറ്റ് വാസ് അറൌണ്ട്, ഞാൻ കറക്റ്റ് ഫിഗർ പറയാനില്ല, പക്ഷേ കോടികൾ ഉണ്ടാവും. അതിന്റെ ടാർഗറ്റ് ഒരു മാസത്തെ ടാർഗറ്റ് ഉണ്ടാവും, 2 ടാർഗറ്റ് ഉണ്ടാവും. സി യു ഹാവ് ടു ബിൽഡ് ടു ആൻ ഔട്ട്ലെറ്റ് വിച്ച് ഈസ് കോൾഡ് ടേഴ്സറി ടാർഗറ്റ്. ദെൻ അവിടെ നടക്കുന്ന സെൽ ഔട്ട് ആൻഡ് കച്ചവടം വിച്ച് ഈസ് ലൈക്ക് അന്ന് ടേഴ്സറി എന്നാണ് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോവുക. ക്ലൈന്റ് മാനേജ്മെന്റ് ഒരു വളരെ ഇമ്പോർട്ടൻസ് സാധനമാണ്. ഇപ്പൊ മൈജിയുടെ ആണെങ്കിൽ ഷാജിക്ക, അങ്ങനെ എഹം ഡിജിറ്റൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മേജർ ഡീലേഴ്സിനെയൊക്കെ ഇപ്പം ഹാൻഡിൽ ചെയ്യുക, അവരുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുക. സോ കോഴിക്കോട് ആൻഡ് വയനാട് മാർക്കറ്റിൽ എന്ത് സാംസങ്ങിന്റെ ബോർഡ് വെക്കണം, കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളുടെ ഒരു അപ്രൂവൽ വേണം. ആൻഡ് വി വിൽ ബി ദി ഫേസ് ഓഫ് കോഴിക്കോട് ആൻഡ് വയനാട് മാർക്കറ്റ്. ഐ വിൽ ബി ദി ഫേസ് ഓഫ് കോഴിക്കോട് ആൻഡ് വയനാട് മാർക്കറ്റ് ഫോർ ദി ഹെഡ് ഓഫീസ്. സോ ഞാനാണ് ഈ ഇന്ത്യ ഹെഡിന്റെ അടുത്ത് അല്ലെങ്കിൽ കൊറിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദി മാർക്കറ്റ്, വി നീഡ് ദിസ് കൈൻഡ് ഓഫ് ഫണ്ടിങ് ഫോർ സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഇത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓഫീസിലിരുന്ന് വെറുതെ വർക്ക് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഹാവ് ടു ബി ഓൺ ദി ഗ്രൗണ്ട്, പക്ഷേ യു വിൽ ഹാവ് ടു ട്രാവൽ റെഗുലർലി അക്രോസ് യുവർ മാർക്കറ്റ് ടു മീറ്റ് യുവർ ഡീലേഴ്സ്. അതായത് ഇപ്പോൾ ഷാജിക്കയെ കാണാനും അങ്ങനെയുള്ളവരൊക്കെ കാണാൻ പോകണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കാണാൻ പോകണം.
ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്റെ വൺ ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹി വാസ് 85-88 years old. സോ പുള്ളിക്കാരനാണ് വേൾപൂൾ, HP, സാംസങ് എല്ലാം കേരളത്തിൽ മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സാംസങ്ങിന്റെ മൈജി എല്ലാ ഔട്ട്ലെറ്റിലും പുള്ളിക്കാരനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഒരു 100 രൂപയുടെ നോട്ട്ബുക്കിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 കോടി രൂപയുടെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ ഞാൻ ഈ 2 വർഷത്തെ MBA വെച്ചിട്ട് അവിടെ പോകുമ്പോൾ ഇറ്റ് വാസ് എ റിയൽ ടെസ്റ്റ് ഓഫ് MBA വിച്ച് യു വോണ്ട് ഗെറ്റ് എനിവേർ. അത്രയും ഗ്രൗണ്ടിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസോട് കൂടി നിങ്ങൾ ഒരു 2 വർഷം നിന്നിട്ട് നിങ്ങൾ മാർക്കറ്റിലോട്ട് പോവുകയാണെങ്കിൽ യു എക്സാക്ട്ലി നോ. സാംസങ്ങിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 വർഷം കോഴിക്കോട് വയനാട് മാർക്കറ്റ് ഹാൻഡിൽ ചെയ്ത് 2 മാസം കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ ഇനി ഹെഡ് ഓഫീസിൽ ഗുർഗാവിൽ തിരിച്ചു പോയി ഒരു മാർക്കറ്റിംഗ് പ്രൊഫൈൽ ജോബ് എടുക്കുമ്പോൾ ഐ എക്സാക്ട്ലി നോ. ഞാൻ ഓരോ സ്കീം അവിടെ സെറ്റ് ചെയ്യുമ്പോഴും, ഞാൻ ഓരോ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് അവിടെ അലോക്കേറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കും ഡീലറിന് തോന്നുക, ഡീലറിന് എന്ത് രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ് അവിടെ നിന്ന് വരാൻ പോകുന്നത്, കസ്റ്റമേഴ്സ് എങ്ങനെയായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുന്നത്. യു നോ അബൌട്ട് EMIs, റൈറ്റ്? സോ EMIs ആണെങ്കിലും ആപ്പിളിന് 24 months EMI ഉണ്ടായിരുന്നു, അന്ന് സാംസങ്ങിന് 12 months EMI ഉണ്ടായുള്ളൂ. സോ വി ബോട്ട് ഇൻ ഒരു 24 months EMI ഫോർ സാംസങ് ആസ് വെൽ ടു കോമ്പീറ്റ് ആപ്പിൾ. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് റോളാണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ. ഇനി മോസ്റ്റ് ഓഫ് ദി ടൈം സെയിൽസിന് നിങ്ങൾക്ക് Tier 1 cities ബാംഗ്ലൂർ, മുംബൈ, ഗുർഗാവ് ആയിരിക്കില്ല കിട്ടുന്നത്. അങ്ങനെ കിട്ടിയ ആൾക്കാരും ഉണ്ട്, which is even more difficult in sales. So one of my friends in Samsung and IM Indore തന്നെ classmate, he got Hyderabad, which is a Tier 1 city, and he had to handle the biggest account of India, which is Bajaj Electronics. He was having a very bad time in the sense it's very hectic here. I mean at the age of 25 you are dealing അത്രയും കോടികളുടെ ബിസിനസ്, അതിന്റെ എല്ലാ ആസ്പെക്ട്സും. ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് വേർ യു വിൽ ബി ഗിവൺ ഒരു ചെറിയൊരു പാർട്ട് ഓഫ് എ പ്രൊജക്ട്. ഓർ ദീപ പറഞ്ഞ പോലെ വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു മൊത്തം ആപ്പിന്റെ ഒരു പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ മാത്രമായിരിക്കില്ല നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ബി ഇറ്റ് വെരി സ്മോൾ, ബി ഇറ്റ് വെരി ബിഗ്. അത്രയധികം മൈക്രോ മാനേജ് ചെയ്ത് ഒരു എൻഡ് ടു എൻഡ് ബിസിനസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കിട്ടും. ഇനി എന്റെ കോൺസ് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു ഓഫീസിൽ നിന്ന് അത്ര ചെയ്യുന്നത്ര ചില്ലായിരിക്കില്ല. 2, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ആയിരിക്കില്ല. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ എക്സാമ്പിൾ, 88 വയസ്സുള്ള ഒരാളാണ്. എനിക്ക് അയാളുമായിട്ട് ഒരു രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഒരു 10ാം ക്ലാസ് എഡ്യൂക്കേഷൻ പോലും ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും ഇല്ലാത്ത അത്ര എക്സ്പീരിയൻസ് ഇവർക്കുണ്ടാവും. സോ അവരുടെ നമുക്ക് ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റും. നമ്മളുടെ കുറച്ച് പ്രൊഫഷണൽ എറ്റിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവരും ലേൺ ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള പലതരം ആൾക്കാരുമായിട്ട് ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിന്റെ പുറത്ത് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. പിന്നെ Tier 1 cities ചിലപ്പോൾ കിട്ടും, ഇല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈം യു വിൽ ബി ഇൻ എ Tier 2 or Tier 3 cities. ഐ വാസ് ലക്കി ടു ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ഗ്രേറ്റ് മാർക്കറ്റ് കാലിക്കറ്റ് ആൻഡ് വയനാട്. പക്ഷെ യു മൈറ്റ് ഓൾസോ ഗെറ്റ്സ് ഒരു ജയ്പൂറോ അല്ലെങ്കിൽ കോട്ടയോ ബീഹാറോ ഒക്കെ കിട്ടിയാലും ഡോണ്ട് ബി സർപ്രൈസ്ഡ്. ഇങ്ങനെയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന്റെ സെയിൽസ് ടിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വൺസ് യു ഗെറ്റ് ഇൻ ടു മാർക്കറ്റിംഗ് ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. ഐ മീൻ പിന്നെ നിങ്ങൾ സെയിൽസിലോട്ട് തിരിച്ചു വരേണ്ട ആവശ്യം ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ ജസ്റ്റ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഒക്കെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസെന്റീവ് അറ്റാച്ച്ഡ് ആണ്. സോ നിങ്ങൾ ചെയ്യുന്ന സാലറിയുടെ പുറമെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസെന്റീവ്സും ഗാഡ്ജറ്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള, അത് എന്റെ സാംസങ്ങിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ. സിമിലർലി യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് പെർക്സ്. യു വിൽ ഹാവ് എ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ബേസിക്കലി. സോ നിങ്ങൾ ഡീലേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്പനിയുടെ ക്രെഡിറ്റ് കാർഡിൽ വെറുതെ സ്വൈപ്പ് ചെയ്ത് വിടാം. സോ യു ക്യാൻ ഗോ ടു ഗുഡ് റെസ്റ്റോറൻറ്റ്സ് വിത്ത് യുവർ ഡീലേഴ്സ്, യു ക്യാൻ എൻജോയ് ചിൽ. അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും പറ്റും. ആൻഡ് ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു മാർക്കറ്റിംഗ് ബട്ട് ഒരു മാനേജറിനും എങ്ങനെ കറക്റ്റ് കസ്റ്റമേഴ്സ് ചിന്തിക്കും എന്ന് അറിയാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും ഒരു സെയിൽസിൽ കിട്ടും. സോ ഞാൻ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ല ഇവിടെ വന്നത്. ഞാൻ ഇവിടെ വന്നത് എന്താണ് സെയിൽസ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ NMIMS മുംബൈയിൽ നിന്ന് ITCയിൽ കയറി ഒരു സീനിയർ പറഞ്ഞൊരു കഥ. ITCയിൽ ചെന്ന ഫസ്റ്റ് ഡേ ഒരു സൈക്കിൾ തന്നിട്ട് അതിന്റെ ബാക്കിൽ ഒരു സിഗരറ്റ് വെട്ടി വെച്ചിട്ട് കൊണ്ടുപോയി വിൽക്കാനായിരുന്നു പറഞ്ഞില്ല. സോ ആ ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസും മേ ബി ഒരു ഫസ്റ്റ് 1 month ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ബിക്കോസ് യു വിൽ ബി ലേണിംഗ് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച് വിച്ച് യു വിൽ നോട്ട് ലേൺ എനിവേർ. സോ അത്ര അധികം ഒരു എൻറിച്ചിങ് MBAക്ക് നിങ്ങൾ പഠിച്ചതിനേക്കാളും കൂടുതൽ ഒരു 5 മാസം കൊണ്ട് പഠിക്കുന്ന കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഇനി ഗേൾസിന് ഇത് എത്രത്തോളം പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി കമ്പനി. ചില കമ്പനീസ് വളരെ നല്ല HR പോളിസീസും വളരെ നല്ല ഫീമെയിൽ എംപ്ലോയീസിനെ എംപവർ ചെയ്യാനുള്ള പോളിസീസും ഒക്കെ ഉള്ള കമ്പനീസ് ഉണ്ട്. യു മൈറ്റ് ഹാവ് സീൻ മൈ ഇന്റർവ്യൂ വിത്ത് ലുബൈബ, പോയി കാണാവുന്നതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ. ഒരു BCom സ്റ്റുഡന്റ് ആയിരുന്നു. സോ ഷീ ഈസ് ആക്ച്വലി വർക്കിംഗ് ആസ് എൻ ASM ഇൻ ടൈറ്റാൻ.
സോ ടൈറ്റാനിൽ ഇപ്പോൾ കർണാടക ആൻഡ് ഗോവ ഹാൻഡിൽ ചെയ്യുന്നത് ദുബൈ അവളാണ്. സോ ഇറ്റ് റിക്വയർഡ് സർട്ടൺ ലെവൽ ഓഫ് ട്രാവലിംഗ് ബട്ട് ഇറ്റ്സ് മാനേജബിൾ. പക്ഷെ ലൊക്കേഷൻ അനുസരിച്ച് ചിലപ്പം നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആവാം, ചിലപ്പോൾ കുറച്ച് ചലഞ്ചിങ് ആവാം, അതിനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. സോ ദാറ്റ്സ് മോർ അബൌട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് അറിയേണ്ട ഒരു സംഭവം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡു പ്രിപ്പയർ ഫോർ ക്വസ്റ്റ്യൻസ് ലൈക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ്, നിങ്ങളുടെ ഫേവറേറ്റ് ആഡ് ക്യാമ്പയിൻ, നിങ്ങളുടെ ഫേവറേറ്റ് ബിസിനസ്മാൻ, നിങ്ങളുടെ ഫേവറേറ്റ് ലോഗോ, അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഹാവ് എൻ ഐഡിയ അബൌട്ട് എന്താണ് ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി, എന്താണ് SKU, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ടെർമിനോളജീസ് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട് പോവുക. പക്ഷേ ഐ ഹൈലി റെക്കമെൻഡ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാലും ഇപ്പോഴേ നിങ്ങളുടെ മനസ്സ് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് പറയാം ഇൻക്ലിനേഷൻ സെയിൽസിലോട്ടാണ്, ഇൻക്ലിനേഷൻ ഫിനാൻസിലോട്ടാണ്, ബട്ട് നെവർ സേ ദാറ്റ് ഞാൻ ഇതിലോട്ടേ പോകും. ഓൾസോ മേക്ക് ഷുവർ നിങ്ങൾ പോകുന്ന കോളേജിൽ ഇതിനുള്ള ഒരു അപ്പറൻറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഒരു കമ്പനി റിക്രൂട്ട് ചെയ്യാൻ വരാത്ത ഒരു കോളേജിൽ പോയിട്ട് എനിക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് നോനോ. അറ്റ് ദി സെയിം ടൈം നിങ്ങൾ നിറ്റിയിൽ പോയി ഓപ്പറേഷൻസിന് അപ്പറാൻഡ് ഉള്ളിടത്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡസൻ മേക്ക് സെൻസ് ടു മീ. മൈക്കയിൽ പോയിട്ട് യു വാണ്ട് ടു ഡു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്ന് പറയുന്നതിൽ ഡസൻ മേക്ക് സെൻസ് ടു മീ. സോ അതും ഒന്ന് നോട്ട് ചെയ്യാം. സോ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഐ ഹോപ്പ് യു ഗോട്ട് an idea about what exactly is sales and marketing. Thanks a lot for watching my video, and I'll be coming up with more interesting videos in the future too. Bye bye.